അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുമായി 2 പേർ പുനലൂരിൽ പിടിയിലായി. ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 44,37,000 രൂപയുമായാണ് 2 പേരെ പുനലൂരിൽ റെയിൽവേ RPF പോലീസ് പിടികൂടിയത്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. മധുരൈ സ്വദേശി അഴകപ്പൻ, വിരുദനഗർ സ്വദേശി സുഡലിമുത്തു എന്നിവരാണ് പിടിയിലായത്. കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റു രേഖകളോ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അന്യസംസ്ഥാനത്തു നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ RB കൃഷ്ണ IPSന്റെ നിർദ്ദേശപ്രകാരം RPF മായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ 1 മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തിവരികയായിരുന്നു. ട്രെയിൻ പുനലൂരിൽ എത്തിപ്പോയി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന 2 പേരിൽ സംശയം തോന്നിയ RPF ഉദ്യോഗസ്ഥർ റെയിൽവേ പോലീസിന് വിവരം നൽകുകയും ഇവർ നടത്തിയ പരിശോധനയിൽ തുണികൊണ്ടുണ്ടാക്കിയ പ്രത്യേക സഞ്ചിയിൽ അരയിൽ കെട്ടിയുറപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. അടുത്ത കാലത്തായി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് പുനലൂർ റെയിൽവേ പോലീസും പുനലൂർ RPFും ചേർന്ന് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമിലും സ്ഥിരമായി സംയുക്ത പരിശോധന നടത്തിവരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശേഷിച്ച രാത്രി വരുന്ന ട്രെയിനിലും അതിരാവിലെ വരുന്ന ട്രെയിനിലും നമ്മൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്ലാറ്റ്ഫോം പരിശോധിച്ചുകൊണ്ടിരിക്കവേ 2 പേര് സംശയാസ്പദമായ സാഹചര്യത്തിൽ നടന്നു വരുന്നതായിട്ട് കണ്ട് അവരുടെ നടത്തിൽ തന്നെ RPFിലെ തിലയരാജ് ASIക്ക് ഒരു സംശയം തോന്നി. അത് ഞങ്ങളോട് ഷെയർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ സംയുക്തമായിട്ട് പിടിച്ചു നിർത്തി. അത് അവരെ ദേഹപരിശോധന നടത്തിയപ്പോഴത്തേന് ഒരാളിന്റെ അരയിൽ ഇത് തുണി കൊണ്ട് ധരിച്ച ഈ ബെൽറ്റിനകത്ത് 18 ലക്ഷം രൂപയും കൂടെ വന്ന് മറ്റൊരാളിന്റെ അരയില് ഈ 24 ലക്ഷം രൂപയും എന്നാണ് അവർ പറഞ്ഞത്. എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. SBIയിൽ കൊണ്ടുപോയി എണ്ണി തിട്ടപ്പെടുന്നേ ഉള്ളൂ. അങ്ങനെ അത് സീസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചപ്പോഴത്തേന് അവർക്ക് മതിയായ രേഖകളൊന്നും ഇല്ലാതെ മധുരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ സോഴ്സും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് അന്വേഷിക്കും. ഇത് സ്ഥിരമായിട്ട് പൈസ കടത്തി വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ അന്വേഷിക്കാനാണ് നമ്മളുടെ നീക്കം. ഒരാളുടെ അരയിൽ നിന്നും 18 ലക്ഷം രൂപയും മറ്റൊരാളുടെ അരയിൽ നിന്നും 26 ലക്ഷം രൂപയുമാണ് പിടികൂടിയത്. പുനലൂർ റെയിൽവേ പോലീസ് SHO G ശ്രീകുമാർ, SI ശ്രീകുമാർ, MS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു, രതീഷ്, പ്രേംകുമാർ, മണിരാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ മോഹൻ, സുഭാഷ്, RPF ഉദ്യോഗസ്ഥരായ ASI തില്ലൈ നടരാജൻ, മനോജ്, സുരേഷ്, റെജി എന്നിവരടങ്ങിയ സംഘമാണ് ട്രെയിനിൽ പരിശോധന നടത്തിയത്. ന്യൂസ് കേരളം, കൊല്ലം. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.